വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ മിസൽനിയസ് എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യനും ഇടാമോന്ന്. അതിൽ ഞാനൊരു 6 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ 1-2 പാർട്ടായിട്ട് വീഡിയോ ഇടാം, പഠിക്കുക. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ. ക്വസ്റ്റ്യൻ നമ്പർ 1. 1 by x minus x cube dx. 1 by x minus x cube dx. x minus x ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? x ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ 1 ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ, ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. നമുക്കിത് ഏത് ഫോമിൽ ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ. 3 ലീനിയർ ആണ് അല്ലേ, ഡിഫറൻറ്റും ആണ്. നമുക്കെങ്ങനെ എഴുതാം? എ ബൈ എക്സ്, b by 1 plus x, c by 1 minus x. 1 is equal to a into, നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ ഉള്ളത് എഴുതണ്ട, ബാക്കി 2 ടേം. 1 plus x into 1 minus x plus b into x into 1 minus x, c into 1 plus x into x. നമുക്കൊരു ഓർഡറിൽ കൊടുത്തു വേണേൽ എളുപ്പം കിട്ടും. ഇപ്പോൾ x is equal to 0. ഇവിടെ ലെഫ്റ്റിൽ എക്സ് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ഇവിടെ 1 ആണ്, 1 അതേപോലെ എഴുതുക. 1 പ്ലസ് 0 1, 1 മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു എ. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു -1. 1 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു -1 ഇൻറ്റു 2, -2b. ബി ഈസ് ഈക്വൽ ടു -1/2. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു +1, we get c. 1 + 1 2, 2c. 1 is equal to 2c, c is equal to 1/2. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 1 by x minus x cube dx. a by 1 by x minus 1/2 by 1 plus x plus 1/2 by 1 minus x dx. Integral 1 by x log mod x minus 1/2 log mod 1 plus x plus 1/2 log, ഇവിടെ 1 മൈനസ് എക്സ് ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ -1 ആണ്, ബൈ -1. ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് സി ചേർക്കുക. ലോഗ് മോഡ് എക്സ്, 2 മൈനസ് ആണല്ലേ, പ്ലസും മൈനസ് മൈനസ്, നമുക്ക് -1/2 ഔട്ട് സൈഡ് എടുക്കാം. ലോഗ് മോഡ് 1 പ്ലസ് എക്സ് പ്ലസ് ലോഗ് മോഡ് 1 മൈനസ് എക്സ്. ലോഗ് മോഡ് എക്സ് -12 ഇൻറ്റു ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി, ലോഗ് മോഡ് 1 മൈനസ് എക്സ് 1 മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് വീണ്ടും 1/2 ഔട്ട് സൈഡ് എഴുതിയ 2 ലോഗ് മോഡ് എക്സ് വരും. എം ലോഗ് എക്സ് എന്താ? ലോഗ് എക്സ് റൈസ് ടു എം. അപ്പോൾ ഇവിടെ 2 വരുമ്പോൾ അത് ലോഗ് മോഡ് എക്സ് സ്ക്വയർ, മോഡ് എക്സ് സ്ക്വയർ മൈനസ് ലോഗ് log a minus log b, log a by b, modulus of x square by ഇങ്ങനെ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവിടെ നമുക്ക് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് എ, ഇവിടെ പ്ലസ് ആണ്, കോഞ്ചുഗേറ്റ് മൈനസ് വരും. റൂട്ട് എക്സ് പ്ലസ് എ,
റൂട്ട് എക്സ് പ്ലസ് എ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ ദ ഹോൾ റേസ് ടു ഹാഫ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മീൻസ് എക്സ് പ്ലസ് എ മൈനസ് ഓഫ് എക്സ് പ്ലസ് ബി. മൈനസ് എക്സ് മൈനസ് ബി. എക്സ് എക്സ് ക്യാൻസൽ. 1 by a minus b അല്ലേ, ഇത് കോൺസ്റ്റൻറ്റ്. എക്സ് റൈസ് ടു എൻ ഫോം. എക്സ് പ്ലസ് എ ദ ഹോൾ റൈസ് ടു 3/2 by 3/2. എക്സ് പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 3/2 by 3/2 പ്ലസ് സി. ഇത് രണ്ടിലും 1/3/2 എന്ന് പറയുമ്പോൾ 2/3. 2/3 നമുക്ക് കോമൺ എടുക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 3. അത് ടെക്സ്റ്റിൽ തന്നെ ഹിൻഡ് തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ടി. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ടി. ഇപ്പോൾ ഡി എക്സ് എന്തായിട്ട് മാറും? 1/tയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 1/t². ഇൻ്റഗ്രൽ ബിക്കംസ് 1/x a by t root of a square a into a by t. a square by t square minus a by t square dt. നമുക്ക് ഇവിടെ LCM t square എടുക്കാം. 1 t square LCM a square t minus a square minus a by t square dt. a square outside വരുമ്പോൾ a വരും, t square outside വരുമ്പോൾ t. a square by t square into one by a by t into a by t into root of t minus 1 into minus a by t square dt. Minus a by a square നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. t square by root of t minus 1 into 1 by t square. t square cancel. Minus 1 by a into t minus 1 the whole raised to minus half. x raised to n plus 1 by n plus 1. t minus 1 raised to minus 1 by 2 plus 1. That is minus 1 by a into 2. x raised to half-നെ നമുക്ക് റൂട്ട് എക്സ് എന്ന് എഴുതാം. നമ്മൾ എക്സിനാണ് എ ബൈ ടി കൊടുത്തത്. അപ്പോൾ ടി എന്താവും? എ ബൈ എക്സ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എൽ സി എടുക്കുകയാണെങ്കിൽ എ മൈനസ് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. മൈനസ് 2 by a ഇൻറ്റു മൈനസ് 2 by a ഇൻറ്റു റൂട്ട് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 4. raised to 3/4. x raised to 4 outside എടുക്കാം. x raised to 4 into 1 plus 1 by x raised to 4 the whole raised to 3. x raised to 4 the whole raised to 3/4. a raised to m the whole raised to n and the a raised to m into n. x square into x cube 1 plus x raised to minus 4 the whole raised to 1 by x raised to 4
ഇത് എക്സ് റൈസ് ടു 5 ആയിട്ട് മാറും അല്ലേ. ഇൻറ്റു 1 പ്ലസ് എക്സ് റൈസ് ടു -4 ദ ഹോൾ റൈസ് ടു -3. നമുക്ക് 1 പ്ലസ് എക്സ് റൈസ് ടു -4ന് ടി കൊടുക്കാം. ഡെറിവേറ്റീവ് ഓഫ് 1 എന്താ? 0. n എക്സ് റൈസ് ടു n-1. x raised to -5, that is 1 by x raised to 5 dx is equal to -1 by 4 dt. This becomes -1 by 4 dt. Integral becomes -1 by 4 into t raised to -3 by 4 dt. ഇത് ഏത് ഫോമായി? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n. എക്സ് റൈസ് ടു n+1 by n+1. 1 by 4. 1 by 4, 1 by 4 cancel. T 1 plus 1 by x raised to 4 the whole raised to 1 by 4. Question number 5 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഞാൻ ഇതിൽ ഓർഡറിൽ 5 എന്ന് എഴുതുന്നേ ഉള്ളൂ. (5x divided by x plus 1 into x square plus 9. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 9 ആണ്, ക്വാഡ്രാറ്റിക് ആണ്. നമുക്കത് ഫാക്ടറൈസ് ചെയ്യാൻ ഒക്കാത്ത ക്വാഡ്രാറ്റിക് ഫാക്ടറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? bx plus c എഴുതണം. പാർഷ്യൽ ഫ്രാക്ഷൻ. ഇവിടെ എക്സ് സ്ക്വയർ -9 ആയിരുന്നെങ്കിൽ നമ്മൾ x plus 3 ഇൻറ്റു x -3 അങ്ങനെ എഴുതണം. ആദ്യം ലീനിയറിന് a by x plus 1 bx plus c by 5x is equal to a into x square plus 9 bx plus c into x plus 1. നമുക്കത് എക്സിന് -1 കൊടുത്താൽ നമുക്ക് എ കിട്ടും. ഇവിടെ എക്സിൻ്റെ ടേം ഉള്ളത് കൊണ്ട് 5 ഇൻറ്റു -1 -1 സ്ക്വയർ 1 plus 9 10. a is equal to -1 by 2. ഇക്വേറ്റിംഗ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ലെഫ്റ്റിലും റൈറ്റിലും ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ലെഫ്റ്റിൽ എക്സ് സ്ക്വയറിൻ്റെ ടേം ഇല്ല, 0. ഇവിടെ എന്താ? 9. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എ, ബി എക്സ് ഇൻറ്റു എക്സ്, എ പ്ലസ് ബി. സോ ബി ഈസ് ഈക്വൽ ടു +1 by 2. ഇക്വേറ്റിംഗ് കോൺസ്റ്റൻറ്റ് എക്സ് ഇല്ലാത്ത ടേം. ഇവിടെ എക്സ് ഉണ്ട്, 0. a ഇൻറ്റു 9 c ഇൻറ്റു 1. c ഈസ് ഈക്വൽ ടു -9a. -9 ഇൻറ്റു -1 by 2 +9 by 2. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ -1 by 2 by x plus 1 plus 1 by 2x plus 9 by 2 x square plus 9 dx. -1 by 2 log mod x plus 1 plus നമുക്കിവിടെ ഹാഫ് ഔട്ട് സൈഡ് എടുക്കാം. എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 ഡി എക്സ്. അപ്പോൾ ബി എക്സ് പ്ലസ് സി ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഈ കിട്ടിയ ബി ഇവിടെ എഴുതുക. ഇനി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 3 അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളിവിടെ ഒരു ഹാഫും കൂടെ കൊടുക്കുക, ഇവിടെ ഒരു 2 കൊടുക്കുക. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ലോഗ് ഡിനോമിനേറ്റർ എഴുതാം. പ്ലസ് 9 by 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ. ഇതെപ്പോഴും ഈ ഫോമിലേ വരുള്ളൂ. ഇവിടെ 5 ആണെങ്കിൽ √5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. -1 by 2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 1 by 4 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 9 പോസിറ്റീവ് ആയിട്ട് മോഡ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല.
plus 9/2 into 1 by x square plus a square form 1 by a tan inverse x by a. ഇവിടെ 3 9 കട്ട് ചെയ്യുമ്പോൾ 3/2. Next question. Integral sin x by sin x minus a. Put x minus a is equal to t. dx is equal to dt. Integral becomes sin x ന് പകരം നമുക്ക് എന്ത് എഴുതാം? t plus a by sin t dt. sin x plus y ഫോം അറിയാലോ. sin x cos y plus cos x sin y. sin t cos a plus cos t sin a whole divided by sin t. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ sin t ക്യാൻസൽ. cos a ഒരു കോൺസ്റ്റൻ്റ് ആണ് 1 dt. Here sin a constant. cos t by sin t. Integral cot t dt. Integral cot t എന്താ? log mod sin t. cos a into t plus sin a into log mod sin t plus c. t നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്ത്? x minus a. x minus a into cos a plus sin a into log mod. നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. x cos a മൈനസ് a cos a അത് വേറെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതും നമുക്ക് ഈ സിയുടെ കൂടെ വേണേൽ മാറ്റാം. x cos a plus sin a into log mod sin x minus a plus c. Question number 7. e raised to 5 log x minus e raised to 4 log x by e raised to 3 log x m log x raised to m. e raised to log x എന്ന് പറഞ്ഞാൽ x ആണ്. ആ ലോഗ് കഴിഞ്ഞിട്ടുള്ള എന്ത് ടേം വന്നു. ഇപ്പോൾ e raised to log sin x എന്ന് പറഞ്ഞാൽ sin x. x raised to 5 minus x raised to 4 by x cube minus x square dx. x raised to 4 into x minus 1 x raised to 3 into x minus 1 dx. x raised to 4 by x raised to 2 ആണ്. Integral x square, that is x raised to 3 by 3. Question number 8. Integral cos x by root of 4 minus sin square x. Put sin x is equal to t. Derivative sin x എന്താ? cos x. Integral becomes
1/√. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2². ഇത് ഏത് ഫോമായി? 1/√(a² - x²) സൈൻ ഇൻവേഴ്സ് x/a. ഇത് എക്സിൻ്റെ സ്ഥാനത്ത് ടി, എയുടെ സ്ഥാനത്ത് 2. Question number 9. Integral sin raised to 8x minus cos raised to 8x. 1 minus 2 sin squared x cos squared x dx. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? സൈൻ റേസ് ടു 4 a plus b into a minus b 4. സൈൻ റേസ് ടു 4x plus cos റേസ് ടു 4 സൈൻ റേസ് ടു 4x minus cos റേസ് ടു 4x. a² plus b². നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a plus b the whole square minus 2ab. അതേപോലെ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് നമ്മൾ ഈ ഒരു ഇത്രയും ടേമിന് മാത്രമാണ് എഴുതുന്നത്. 2 സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ, നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട, അതങ്ങനെ എഴുതുക. We know that sin squared x plus cos squared x is equal to 1. ഇത് 1 ആവും, ഇതും 1 ആവും. ഇൻ്റഗ്രൽ എങ്ങനെ മാറും? ദിസ് ടേം ബിക്കംസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു ഇത് 1 ആയി സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർഡ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഈ ടൈം അങ്ങ് ക്യാൻസലാവും. കോസ് ടു എക്സിന് 4 ഫോർമുല ഉണ്ടല്ലോ. ഒന്ന് ഏതാണ്? കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് സൈൻ സ്ക്വയർഡ് എക്സ്. നമുക്കിതിലൊരു മൈനസ് ഔട്ട് സൈഡ് എടുക്കാം. കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് കോസ് 2a. ഇൻ്റഗ്രൽ കോസ് 2x എന്താ? സൈൻ 2x ബൈ 2. Question number 10. Integral 1 by cos x plus a cos x plus b. ഇത് നമുക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങളങ്ങ് ചെയ്ത് പഠിക്കുക. സൈൻ എക്സ് പ്ലസ് എ മൈനസ് എക്സ് പ്ലസ് ബി, ഈ രണ്ട് ടേമുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സും എക്സും പോയിട്ട് സൈൻ എ മൈനസ് ബി, അതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഔട്ട് സൈഡ് അതേപോലെ എഴുതണം. 1 ബൈ സൈൻ എ മൈനസ് ബി എഴുതണം. ഡിനോമിനേറ്റർ കോസ് എക്സ് പ്ലസ് എ കോസ് എക്സ് പ്ലസ് ബി. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. സൈൻ എ മൈനസ് ബി ഫോം സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. sin a cos b minus cos a sin b by ഇനി നമുക്കിവിടെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. ഇവിടെ കോസ് എക്സ് പ്ലസ് ബി ക്യാൻസൽ ആവും. സൈൻ ബൈ കോസ് എന്താ? ടാൻ. ഇവിടെ കോസ് എക്സ് പ്ലസ് എ പോവും, ടാൻ എക്സ് പ്ലസ് ബി.
ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്താ? ലോഗ് മോഡ് സീക്ക് എക്സ്. പ്ലസ് സി ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി. നമുക്ക് ഇതിനെ ഇവിടെ 1 കോസ് എന്ന് എഴുതാം. ഇവിടെ 1 ഇത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ കോസ് എക്സ് പ്ലസ് ബി, ഇവിടെ കോസ് എക്സ് പ്ലസ് എ വരും. 1 സീക്ക് എന്നുള്ളത് കോസ്. സീക്കിനെ നമുക്ക് ഡിനോമിനേറ്റർ എഴുതുമ്പോൾ കോസ് എക്സ് പ്ലസ് എ. അപ്പോൾ ആൻസർ കോസിൽ തന്നെ വരും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. പാർട്ട് 2 ആയിട്ടിടാം. കമൻ്റ് ഇട്ട കുട്ടി നന്നായി ചെയ്ത് പഠിക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ടാവുന്നതുപോലെ ഞാൻ കുറച്ച് തിരക്കുണ്ട്, എന്നാലും ഞാൻ വീഡിയോ ഇടാം. ഞങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.